ഹായ് വെൽക്കം ബാക്ക് ടു ടാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള റോസിൻ്റെ കളക്ഷനായിട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് വന്നേക്കുന്ന ലാമാൻ എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ്. ഇപ്രാവശ്യം കാണിക്കുന്ന വീഡിയോസിൽ ഐഡിയ അറിയാവുന്നതിൻ്റെ എല്ലാം നെയിം കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഐഡിയ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടതാണ്. ഒരു ബേബി പിങ്കും വൈറ്റും കോമ്പിനേഷൻ ഇങ്ങനെ ഫുള്ളായിട്ട് വിരിയാണ്ട് പകുതി വിരിഞ്ഞ രീതിയിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ്. നിറയെ പൂക്കളുണ്ടാവും. വൈറ്റും ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു ഫ്ലവർ ഉള്ളത്. അടിപൊളിയാണ്, കാണാനായിട്ട് വളരെ രസമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഹെൽത്തി പ്ലാന്റ്സ് നമുക്കിപ്പോൾ ഉണ്ട്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് നാടൻ യെല്ലോ ആണ്. നാടൻ യെല്ലോയുടേതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. വലിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം, ചെറിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്കും അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ പോട്ടിലുള്ള പ്ലാന്റ്സും ഉണ്ട്, അല്ലാണ്ട് കവറിലുള്ള പ്ലാന്റ്സും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പ്ലാന്റ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ചെറിയ കവറിലുള്ള പ്ലാന്റ്സ് അടിപൊളിയായിട്ടുള്ള നാടൻ യെല്ലോ ആണ് കേട്ടോ. ഇത് അടിപൊളിയാണ് കാണാനായിട്ട്. എന്താ പറയുക, വലിപ്പമുള്ള പൂക്കളാണ്, തീരെ ചെറിയ പൂക്കളൊന്നുമല്ല, നല്ല വലിപ്പമുണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡും വൈറ്റും കോമ്പിനേഷൻ. വൈറ്റ് എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. വിരിഞ്ഞ് കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആകുമ്പോൾ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ഷെയ്ഡൂടെ കയറി വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. അടുത്തതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മിനിയേച്ചറാണ്, നിറയെ പൂക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ വേറെ വീഡിയോസ് കൂടെ ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്തേക്കാം. പിന്നെയുള്ളത് റെഡ് ബട്ടൺ റോസാണ്. ബട്ടൺ റോസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട, മാർഗോ കോസ്റ്റ് പോലെ ഫുള്ള് വിരിയുന്ന ടൈപ്പല്ല, പകുതി വിരിയുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റിൻ്റെ കറക്റ്റ് ഫ്ലവറിങ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്, നിറയെ ഇങ്ങനെ കുനുകുന പൂത്ത് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. അടിപൊളി പ്ലാന്റാണ്. പിങ്കും മജന്തയും വൈറ്റും കോമ്പിനേഷനിലൊക്കെ ഇങ്ങനെ പലതരത്തിലായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, ഇതിനകത്ത് പിങ്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ മജന്ത ഷെയ്ഡും വരുന്നുണ്ട്. നിറയെ മുള്ളുകളോട് കൂടിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല, വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കളർ ചേഞ്ചിങ് ആവും. നെക്സ്റ്റ് ഡേ കഴിയുമ്പോഴത്തേക്കും, ഒരു ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൽ ആ വൈറ്റ് കാണാൻ പറ്റാണ്ട് ഫുൾ ആ ഒരു മജന്ത റെഡിഷ് ഒരു കുങ്കുമ കളറാണ്, ആ ഒരു ഷെയ്ഡ് ഫുള്ളായിട്ട് കയറി വരും. പിന്നെയുള്ളത് സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോയുടെ ക്രീപ്പറാണ് കേട്ടോ. ബഞ്ചായിട്ട് പൂക്കുന്ന സമ്മർ സ്നോ ക്രീപ്പറും ഉണ്ട് നമ്മുടെ കയ്യിൽ. സമ്മർ സ്നോ റോസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പൂക്കളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു സമ്മർ സ്നോ പ്ലാന്റ് മേടിച്ച് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്നും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ക്രീപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. നിറയെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എന്നും പൂക്കൾ തരും. തേനീച്ചകളൊക്കെ ആയിട്ട് വീടിനെ മനോഹരമാക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ റോസാണ്, പിങ്ക് ബട്ടർഫ്ലൈ ആണ്. മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ പറയുന്നുണ്ടെന്ന്. കാരണം നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ട് പറയും മിനിയേച്ചർ ഓർക്കിഡ് റോസ് ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും ഓൺ റൂട്ട് വെറൈറ്റി ആണ് കേട്ടോ. ഓൺ റൂട്ടഡ് വെറൈറ്റി ആണ് ഇതിനകത്തുള്ളത്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നാടൻ മഞ്ഞയും ഓൺ റൂട്ടഡ് ആണ്. അപ്പോൾ ഓൺ റൂട്ടഡൊക്കെ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണേ. ഇതാണ് ബിഗ് ക്രീപ്പറാണ്. പിങ്ക് ഫ്ലവറാണ് വരുന്നത്. വലിയ പൂക്കളാണ്. ഇതിൻ്റെ ഒരുപാട് തൈകളൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഏകദേശം ഒരു 5 തൈകൾ മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ടാലും. വലിയ പൂക്കളാണ് കേട്ടോ. നല്ല വലിയ പൂക്കളും ഒക്കെ ആയിട്ട് ഗാർഡൻ ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കുന്ന വെറൈറ്റിയാണ്. പിങ്ക് ബിഗ് സൈസ് ഫ്ലവറാണ് കേട്ടോ. വലിയ പൂക്കളാണ്. അത്യാവശ്യം ഒരു ഫ്രാഗ്രൻസും കൂടെ ഉള്ളതാണ് ഈ ഒരു പ്ലാന്റിനെന്ന് പറയുന്നത്. അപ്പോൾ ക്രീപ്പറൊക്കെ റോസിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. പെർഫ്യൂം ബ്രീസ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അടുത്തതായിട്ട് ചന്ദ്രിക റോസാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റോസാണ് ചന്ദ്രിക സെയിലിന് കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ചന്ദ്രിക റോസ് എന്ന് പറയുന്നത്. പിങ്ക് ഫെയറി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ചന്ദ്രികയും അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. കമ്പ് വെച്ച് നമുക്ക് കിളിർപ്പിച്ചെടുക്കുന്ന തൈകളാണ് ഉള്ളത് കേട്ടോ. റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നാടൻ ഓറഞ്ചും ഒക്കെ വെറൈറ്റീസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കളർ കോമ്പിനേഷനിലായാലും ഒത്തിരി നാടൻ റോസ് വരുന്നുണ്ട്. കാരണം നമ്മൾ നാടൻ റോസാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുവരാനായിട്ട്. ബഡ് പ്ലാന്റ്സിനേക്കാളും ഏറെ ആവശ്യക്കാരുള്ളത് നാടൻ റോസിനായതുകൊണ്ട് നമ്മളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നാടൻ റോസാണ് കേട്ടോ.
അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡ് ആണ്. സെൻറ്റർ പോർഷൻ കൊണ്ട് ബാക്കിയുള്ള റോസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. പേപ്പർ ചുരുട്ടി വെച്ചതുപോലെയൊക്കെയാണ് ആ ഒരു സെൻറ്റർ പോർഷൻ ഇരിക്കുന്നത്. അടുക്കി അടുക്കി ഇഷ്ടംപോലെ ഇതളുകൾ വരുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറിലാണ് കേട്ടോ ഈ ഒരു റോസ് വരുന്നത്. അടിപൊളിയാണ്. നമ്മുടെ സാധാ റോസിനെയൊക്കെ പോലെ അല്ല കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അടുത്തതായിട്ടുള്ളത് മാംഗോ യെല്ലോ ആണ്. മാംഗോ യെല്ലോയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ആയിട്ടൊരു യെല്ലോ കളറാണ്. വിരിഞ്ഞ് കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് വൈറ്റിലോട്ട് കൺവെർട്ട് ആവുന്ന ടൈപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് വിരിഞ്ഞ് വരുന്ന റോസാണ്. ആ ഒരു മൊട്ടും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് എന്ത് രസമല്ലേ. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാംഗോ യെല്ലോയുടെ. മാംഗോ യെല്ലോ മാത്രമല്ല, നാടൻ യെല്ലോ, നാടൻ മിനിയേച്ചർ, അതുപോലെ തന്നെ ആദ്യം കാണിച്ച പോലെ വലിയ പൂക്കൾ വരുന്ന യെല്ലോ, ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് യെല്ലോയിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. യെല്ലോയുടെ കോംബോ ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കോംബോ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്ന് ഇടുക കേട്ടോ. ഒരു 5 പ്ലാന്റ്സ് വരുന്ന ഒരു യെല്ലോ കോംബോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് വന്നിട്ട് താജ്മഹൽ റോസ് ആണ്. എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താജ്മഹൽ റോസ് സെയിലിന് കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ അതേ റെഡ് താജ്മഹൽ റോസാണ്. ഇന്നലെ ഇവിടെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. മഴയത്ത് ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞ് വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് ആ റോസ് അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഴയായിരുന്നു. അങ്ങോട്ടൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലായിടത്തും എങ്ങനെയാണ് ക്ലൈമറ്റ് എന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് താജ്മഹൽ, റെഡ് താജ്മഹൽ റോസാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കളും ഒക്കെ ആയിട്ടും ഇതളുകളായിട്ട് വരുന്ന റോസാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കൊത്തുമഞ്ഞയാണ്. ഇതാണ് കൊത്തുമഞ്ഞയും മഴയത്ത് നല്ലപോലെ മഴയത്ത് കുളിച്ച് നിൽക്കുകയാണ്. നല്ല രസവും ഡീപ്പായിട്ടുള്ള യെല്ലോ കളറാണ്. ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ വരുന്നത്. ഇത് കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ്. സിംഗിളായിട്ടും ഫ്ലവർ ഉണ്ടാവും, ബഞ്ചായിട്ടും എന്ന് പറയുമ്പോൾ ഒരു പൂങ്കുലയിൽ 5 പൂക്കൾ 6 പൂക്കളൊക്കെ വരുന്ന രീതിയിൽ ഇത് ഫ്ലവറിങ് ആവാറുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കുഞ്ഞു പൂക്കളെന്ന് പറയാൻ പറ്റില്ല, തീരെ കുഞ്ഞു പൂക്കളും അല്ല, തീരെ വലിയ പൂക്കളും അല്ല, ഒരു മീഡിയം സൈസാണ്. അടുക്കിയുള്ള പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ ഒരു റോസിന് വരിക കേട്ടോ. അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ്. പിങ്ക് ബട്ടൺ റോസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഓൺ റൂട്ടഡ് ആണ്. അതുമാത്രമല്ല നിറയെ പൂക്ക് കിട്ടുക. ഇതൊരു ചെറിയ പ്ലാന്റിൽ നിറയെ ഫ്ലവറിങ് ആയി നിൽക്കുന്നത്. ഇതിൻ്റെ മൊട്ടുകൂട്ടം തന്നെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. കാരണം ഇങ്ങനെ നിറച്ച് 10, 20, 30 മൊട്ടുകൾ ഉണ്ടാവും ഒരു ബ്രാഞ്ചിൽ കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് നാടൻ 7 ഡേയ്സ് റോസാണ്. 7 ഡേയുടെ ഈ ഒരു കളർ ഷെയ്ഡാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ 7 ഡേയ്സ് എന്ന് പറയുന്നത്. നാടൻ റോസാണ്, നാട്ടു റോസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെ. 7 ദിവസം വരെ കൊഴിയാണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു പൂവിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. 7 ദിവസം വരെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ പൂ ഒഴിവില്ലാതെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റീസാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലേക്ക് മിക്കതും ഷെയർ ചെയ്യുന്നത്. കാരണം പൂക്കൾ കാണാൻ ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും റോസ് മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് ബെനിഫിറ്റുള്ള റോസാണ് നമ്മൾ സെയിലിനായിട്ട് കൂടുതലും കൊണ്ടുവരാറുള്ളത്. നിറയെ പൂക്കുന്ന എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാം കേട്ടോ. അടുത്തതായിട്ട് ബ്ലൂ ഫോർ യു എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. അടിപൊളി റോസാണ് കാണാനായിട്ട്. അതിൻ്റെ കളർ ചേഞ്ചിങ് വരാറുണ്ട് കേട്ടോ. ചില സമയത്ത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ചുറ്റിനും വരാറ്. ഇപ്പോൾ ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും പൂവിൻ്റെ പ്രത്യേകതയെക്കുറിച്ചിട്ട് എടുത്ത് പറയേണ്ടതാണ്. അടിപൊളിയാണ്, നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്, അത്യാവശ്യം മുള്ളുകളോട് കൂടി ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. ബ്ലൂ ഫോർ യു എന്നാണ്. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്കിപ്പോൾ ഉണ്ട്. അടുത്തതായിട്ട് ബിസ്ക്കറ്റ് റോസാണ്. ബിസ്ക്കറ്റ് റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകളാണ് നമുക്ക് സെയിലായിട്ടുള്ളത്. നല്ല തീരെ കനം കുറഞ്ഞ കമ്പുകളൊന്നുമില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇത്തവണ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഹെൽത്തി പ്ലാന്റ്സ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കളറാണ് ബാക്കിയുള്ള റോസിൽ നിന്നും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ കളറാണ് കേട്ടോ. ഒരു ചുടുകട്ട കളറ്, ഒരു കാവി കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാറ്റേൺ ആണ് വരുന്നത്. പിന്നെയുള്ളത് നാടൻ ഓറഞ്ചാണ്. പീച്ച് ഓറഞ്ച് എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ കളർ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചില സമയത്ത് നല്ല ഡാർക്കായിട്ടുള്ള ഓറഞ്ചിൽ ഫ്ലവർ ആവും, ചില സമയത്തൊരു ഓറഞ്ചും പീച്ചും കൂടെ മിക്സ് ആയിട്ടൊരു കളറിലും വരാറുണ്ട് കേട്ടോ, ഫ്ലവർ ആവാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് താജ്മഹൽ റോസ് തന്നെയാണ് കേട്ടോ. താജ്മഹൽ റെഡാണ്. മഴയ്ക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തത്. അപ്പോഴത്തേക്കും പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് മഴ തോർന്നപ്പോഴത്തേക്കും പോയി എടുത്തതാണ് കേട്ടോ താജ്മഹൽ റോസിൻ്റെ. അതായിരുന്നു നേരത്തെ നിങ്ങൾ വെള്ളത്തുള്ളികളോടുകൂടെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. താജ്മഹൽ റോസിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്.
പിന്നെയുള്ളത് മുക്കുത്തി റോസാണ്. മുക്കുത്തി റോസ് എന്ന് പറയാൻ കാരണം കുഞ്ഞു കുഞ്ഞു പൂക്കളായതുകൊണ്ടാവണം ഇതിന് മുക്കുത്തി റോസ്. ഇലകൾ മാത്രമല്ല, പൂക്കളും മൊട്ടുകളും ഒക്കെ വളരെ ചെറിയ മിനിയേച്ചർ ടൈപ്പിലാണ് കേട്ടോ. മുക്കുത്തി റോസ് ഓൺ റൂട്ടഡ് ആണ്, കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുക്കുന്ന തൈകളാണ് കേട്ടോ മുക്കുത്തി റോസിൻ്റെത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന് ഒത്തിരി നിറയെ കുഞ്ഞു കുഞ്ഞു മുള്ളുകളുണ്ട് കേട്ടോ ഈ ഒരു റോസിന്. അടിപൊളിയായിട്ടുള്ള റോസാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ്. അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുക്കുന്ന തൈകളാണ് ഓർക്കിഡ് റോസിൻ്റെ നമുക്കുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഓർക്കിഡ് എങ്ങനെയാണോ ഡെൻഡ്രോബിയൊക്കെ ഫ്ലവറിങ് ആവുന്നത്, ആ സെയിം പാറ്റേണിൽ ഫ്ലവറിങ് ആവുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. ഓർക്കിഡ് റോസ്, ചൈന ഡോൾ എന്നൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ. ഫെയറി റോസ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതും നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. നമുക്കൊരു ക്ലൈംബർ പോലെയൊക്കെ പടർത്തി വിട്ട് വളർത്താൻ പറ്റും. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഓർക്കിഡ് റോസിൻ്റെ വൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് സെയിലിൽ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഓർക്കിഡ് റോസ് വൈറ്റ് കൂടെ സെയിലിനായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ടുള്ള വെറൈറ്റി ബ്രിട്ടീഷ് ക്യൂനാണ്. അസാധ്യ സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസിന്. നല്ല മണമാണ് ഈ ഒരു റോസ്. ബേബി പിങ്കും വൈറ്റും, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു വല്ലാത്ത കളറാണ് കേട്ടോ അതിന്. പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. നിറയെ ഇതളുകളുള്ളൊരു റോസാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. നിറയെ പൂക്കും, കൊലകുത്തി പൂക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഒരു ബ്രാഞ്ചിലൊക്കെ 5-6 പൂക്കളൊക്കെ തരുന്നൊരു വെറൈറ്റി തന്നെയാണ്. നാടൻ റോസാണ്. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുക്കുന്ന തൈകളാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെതും. നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഓൾമോസ്റ്റ് വന്നിട്ടുള്ള പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോ കേട്ടോ. താങ്ക് യു.